എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ഗൗരി എന്ന നോവലിനെ കുറിച്ചാണ് പറയുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ പ്രധാന കൃതികളിൽ ഒന്നായ ഗൗരി ഒരു സാമൂഹിക യാഥാർത്ഥ്യ നോവലാണ്. സാധാരണ ജീവിതത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളെയും അവരുടെ വികാരങ്ങളെയും അത്യന്തം ലളിതവും ശക്തവുമായ ഭാഷയിലാണ് അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് ഗൗരി. ഗൗരി എന്നൊരു നോവൽ ഗൗരി എന്ന പെൺകുട്ടിയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗൗരി ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കുടുംബ സാഹചര്യങ്ങളും സമൂഹത്തിലെ ചട്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളിൽ പോലും ഗൗരി തളരുന്നില്ല. അവൾ ആത്മവിശ്വാസത്തോടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ നോവലിലൂടെ എഴുത്തുകാരൻ സ്ത്രീകളുടെ അവസ്ഥയെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന അനീതികളും അവരുടെ നിയന്ത്രണങ്ങളും ഗൗരിയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഗൗരി ഒരു വ്യക്തിഗത കഥാപാത്രം എന്നതിലുപരി സമൂഹത്തിലെ നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയായി മാറുന്നു. കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതയും ഈ നോവലിൽ കാണിക്കുന്നുണ്ട്. സ്നേഹം, വേദന, പ്രതീക്ഷ, നിരാശ എന്നിവയൊക്കെ ഗൗരിയുടെ ജീവിതത്തിൽ ഒന്നിച്ചു ചേരുന്നു. ഓരോ അനുഭവവും അവളെ കൂടുതൽ ശക്തയാക്കുന്നു, അവളെ കൂടുതൽ ആത്മവിശ്വാസം ചെലുത്തുന്നു. ഈ മാറ്റങ്ങളിലൂടെ ഒരു സാധാരണ പെൺകുട്ടി ആത്മവിശ്വാസമുള്ള വ്യക്തിത്വമായി വളരുന്ന പ്രക്രിയയാണ് ഈ നോവൽ കാണിക്കുന്നത്. ഭാഷയുടെ ലാളിത്യവും അതുപോലെ തന്നെ അവതരണത്തിന്റെ യാഥാർത്ഥ്യവുമാണ് ഗൗരിയെ കൂടുതൽ ആകർഷകയാക്കുന്നത്. വായനക്കാരെ കഥയിലേക്ക് ആകർഷിച്ച് കഥാപാത്രങ്ങളുടെ വികാരങ്ങളുമായി അവരെ ബന്ധിപ്പിക്കാൻ എഴുത്തുകാരന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോവൽ വായനക്കാരന്റെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സ്വാധീനം കൂടിയും ചെലുത്തുന്നുണ്ട്. ഗൗരി ഒരു കഥ മാത്രമല്ല, ഒരു സാമൂഹിക സന്ദേശമാണ്. സ്ത്രീകളുടെ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അതെല്ലാം അത്യാവശ്യമാണ് എന്ന സന്ദേശമാണ് ഈ നോവൽ നൽകുന്നത്. വായനക്കാരനെ ചിന്തിപ്പിക്കുകയും സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച കൃതിയാണിത്. അതുപോലെ തന്നെ ഗൗരി സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ പല വശങ്ങളാണ് തുറന്നു കാണിക്കുന്നത്. ഗൗരിയുടെ ജീവിത സമരങ്ങൾ, അവൾ നേരിടുന്ന വെല്ലുവിളികൾ, സമൂഹത്തിലെ അനീതികൾ എന്നിവയെല്ലാം കഥയുടെ ഒരു ആധാരമായിക്കൊണ്ടാണ് ഇതിൽ പോകുന്നത്.